സ്റ്റോറി ലാബ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലോകത്തെ ഞെട്ടിച്ച സംഭവങ്ങൾ നിങ്ങളുടെ ദൗത്യം. ഇന്നത്തെ വീഡിയോയിൽ ജന്തർ മന്തർ പ്രതിഷേധത്തിന് നമുക്ക് മനസ്സിലാക്കാം. വിശ്വസനീയമായ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് പരിശോധിക്കാം. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഇത്തരത്തിലുള്ള യഥാർത്ഥ കഥകളും വാർത്തകളും നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യൂ, നിങ്ങളുടെ അഭിപ്രായം കമന്റായി പങ്കുവയ്ക്കൂ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ വലിയ പ്രചോദനമാണ്. അപ്പോൾ സമയമായാതെ ഇന്നത്തെ കടക്കാം. പുസ്തകങ്ങൾക്കിടയിൽ സ്വപ്നങ്ങൾ ഒളിപ്പിച്ചിരുന്ന ആയിരക്കണക്കിന് യുവാക്കൾക്ക് ഒരു ദിവസം മനസ്സിലായി. അവർ പരീക്ഷയോട് അല്ല, ഒരു തകർന്ന സംവിധാനത്തോടാണ് പോരാടുന്നത്. രാത്രികൾ ഉറങ്ങാതെ പഠിച്ചവർ ഉണ്ടായിരുന്നു. കുടുംബത്തിന്റെ പ്രതീക്ഷകൾ ചുമലിലേറ്റി മുന്നേറിയവർ ഉണ്ടായിരുന്നു. സ്വന്തം ഭാവി എഴുതാൻ ഒരു പരീക്ഷാ ഹാളിലേക്ക് കയറിയ കുട്ടികൾ. എന്നാൽ പിന്നീട് അവർ കേട്ടത് ഒരു വാർത്തയായിരുന്നു: ചോദ്യപേപ്പർ ചോർന്നിരിക്കാം. ആ നിമിഷം തകർന്നത് ഒരു പരീക്ഷയുടെ വിശ്വാസ്യത മാത്രമല്ല, ആയിരക്കണക്കിന് സ്വപ്നങ്ങളായിരുന്നു. ഡൽഹിയിലെ ജന്തർ മന്തറിൽ അവർ ഒത്തുകൂടി. അധികാരത്തിനു വേണ്ടിയല്ല, രാഷ്ട്രീയം ചെയ്യാനല്ല, അവരുടെ ശബ്ദം ആരെങ്കിലും കേൾക്കണമെന്ന പ്രതീക്ഷയോടെ. അവരുടെ കൈകളിൽ ആയുധങ്ങളില്ലായിരുന്നു, പ്ലക്കാർഡുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവരുടെ ആവശ്യങ്ങൾ വലിയതൊന്നുമല്ലായിരുന്നു: നീതി. ഞങ്ങൾ പഠിച്ചു, ഞങ്ങൾ പരിശ്രമിച്ചു, ഞങ്ങളുടെ ഭാവി ഞങ്ങളിൽ നിന്ന് എടുത്തുകളയരുത്. ജന്തർ മന്തറിലെ ആ ശബ്ദം ഡൽഹിയുടെ തെരുവുകളിൽ മാത്രം മുഴങ്ങിയില്ല, രാജ്യത്തിന്റെ ഓരോ കോണിലുമുള്ള വിദ്യാർത്ഥികളുടെ ഹൃദയത്തിലേക്കാണ് അത് എത്തിയത്. കാരണം ഇത് ഒരു സമരം മാത്രമായിരുന്നില്ല. ഇത് സ്വപ്നങ്ങൾ നഷ്ടപ്പെടുമോ എന്ന ഭയത്തിൽ നിൽക്കുന്ന ഒരു തലമുറയുടെ നിലവിളിയായിരുന്നു. ഡൽഹി ജന്തർ മന്തറിൽ പ്രക്ഷോഭം പൊട്ടിപ്പുറപ്പെട്ടതിന്റെ കാരണം അവിടെ നടന്ന സംഭവങ്ങൾ, പോലീസിന്റെ നടപടികൾ, അതിന്റെ അനന്തരഫലങ്ങൾ എന്നിവ കോർത്തിണക്കി ഒരു യഥാർത്ഥ റീടെല്ലിംഗ് താഴെ നൽകുന്നു. നാടകീയതയോ മറ്റു കൂട്ടിച്ചേർക്കലുകളോ ഇല്ലാതെ പൂർണ്ണമായും റിപ്പോർട്ട് ചെയ്യപ്പെട്ട വസ്തുതകളെ ആസ്പദമാക്കിയുള്ള വിശദമായ വിവരണം. 1. സമരം പൊട്ടിപ്പുറപ്പെട്ട കാരണം. വർഷങ്ങളുടെ അധ്വാനത്തിനും സ്വപ്നങ്ങൾക്കും മുകളിലേക്ക് ഇരുട്ടടിയായി എത്തിയ പരീക്ഷാ ക്രമക്കേടുകളാണ് ഈ വലിയ ജനരോഷത്തിന് പ്രധാന കാരണം. ദലരുടെ ചോദ്യപേപ്പർ ചോർച്ച. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവി നിർണ്ണയിക്കുന്ന ദലരുടെ പരീക്ഷയിൽ വൻതോതിലുള്ള ക്രമക്കേടുകളും ചോദ്യപേപ്പർ ചോർച്ചയും നടന്നു എന്ന വെളിപ്പെടുത്തലുകൾ രാജ്യമെമ്പാടും വലിയ പ്രതിഷേധങ്ങൾക്ക് വഴിവെച്ചു. പരീക്ഷ റദ്ദാക്കണമെന്നും കൃത്യമായ അന്വേഷണം വേണമെന്നും വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടു. വിത് മാർക്കിംഗ് ക്രമക്കേടുകൾ. ദിരദായുധ സർവീസ് എഡ്യൂക്കേഷൻ വിദോ നടത്തിയ ഓൺസ്ക്രീൻ മാർക്കിംഗിലെയും റീവാലുവേഷനിലെയും അപാകതകൾ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുടെ പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിച്ചു. പ്രതീക്ഷ നഷ്ടപ്പെട്ടുള്ള ആത്മഹത്യകൾ. പരീക്ഷാ സമ്പ്രദായത്തിലെ ഈ അഴിമതിയും അനിശ്ചിതത്വവും താങ്ങാനാവാതെ നിരവധി വിദ്യാർത്ഥികൾ ജീവനൊടുക്കുന്ന ദാരുണമായ സാഹചര്യമുണ്ടായി. പ്രധാന ആവശ്യങ്ങൾ: പരീക്ഷാ ചോർച്ചയിൽ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുക, പരീക്ഷാ ഏജൻസികളിൽ സുതാര്യത കൊണ്ടുവരിക, ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥികളുടെ കുടുംബങ്ങൾക്ക് 1 കോടി രൂപ നഷ്ടപരിഹാരം നൽകുക എന്നിവയായിരുന്നു സമരക്കാരുടെ പ്രധാന ആവശ്യങ്ങൾ. തങ്ങളുടെ ന്യായമായ ആവശ്യങ്ങൾ ഉയർത്തി അലാക് പാണ്ഡെ, സോനം വാഞ്ചുക് തുടങ്ങിയ പ്രമുഖരും വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളും കോക്രോച്ച് ജനത് പാർട്ടി, നമോ പോലുള്ള യുവജന മുന്നേറ്റങ്ങളും ഒത്തുചേർന്ന് ജന്തർ മന്തറിൽ സത്യഗ്രഹ സമരം ആരംഭിച്ചു. 2. ജന്തർ മന്തറിൽ നടന്ന സംഭവ വികാസങ്ങൾ. ജൂൺ മാസത്തിന്റെ തുടക്കത്തിൽ ചെറിയ രീതിയിൽ ആരംഭിച്ച ഉപവാസം ജൂലൈ മാസത്തോടെ 10,000-കണക്കിന് ആളുകൾ അണിനിരന്ന കൂറ്റൻ പ്രക്ഷോഭമായി മാറി. സോനം വാഞ്ചുകിന്റെ ഉപവാസം. ലഡാക്കിലെ പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകനായ സോനം വാഞ്ചുക് വിദ്യാർത്ഥികൾക്ക് പിന്തുണ പ്രഖ്യാപിച്ച് ജന്തർ മന്തറിൽ അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിച്ചു. 20 ദിവസത്തിലധികം അദ്ദേഹം ഉപവാസം അനുഷ്ഠിച്ചു. ആശുപത്രിയിലേക്ക് മാറ്റി. ജൂലൈ മധ്യത്തോടെ അദ്ദേഹത്തിന്റെ ആരോഗ്യം മോശമായെന്ന കാരണം പറഞ്ഞ് ഡൽഹി പോലീസ് സോനം വാഞ്ചുകിനെ അദ്ദേഹത്തിന്റെ സമ്മതമില്ലാതെ ബലമായി ആശുപത്രിയിലേക്ക് മാറ്റി പന്തലും സ്റ്റേജും പൊളിച്ചു നീക്കി. ചലോ സംസദ് മാർച്ച്. ജൂലൈ 20. വാഞ്ചുകിനെ ബലമായി മാറ്റിയതിലും സർക്കാരിന്റെ നിശബ്ദതയിലും രോഷാകുലരായ 50,000-ത്തിലധികം വരുന്ന വിദ്യാർത്ഥികളും യുവാക്കളും ജൂലൈ 20 ജന്തർ മന്തറിൽ തടിച്ചുകൂടുകയും പാർലമെന്റിലേക്ക് മാർച്ച് നടത്താൻ ശ്രമിക്കുകയും ചെയ്തു. 3. പോലീസ് ക്രൂരതകളും സംഘർഷവും. സമാധാനപരമായി തുടങ്ങിയ റാലി പാർലമെന്റിന് സമീപത്തെ ബാരിക്കേഡുകൾക്ക് അടുത്തെത്തിയതോടെ പോലീസ് കടുത്ത ബലപ്രയോഗത്തിലേക്ക് കടന്നു. ലാത്തിചാർജും കണ്ണീർവാതകവും. ബാരിക്കേഡുകൾ മറികടക്കാൻ ശ്രമിച്ച വിദ്യാർത്ഥികൾക്ക് നേരെ പോലീസ് ക്രൂരമായി ലാത്തി വീശുകയും നിരന്തരം കണ്ണീർവാതക ഷെല്ലുകൾ ഉതിർക്കുകയും ചെയ്തു. വനിതാ പ്രതിഷേധക്കാർക്ക് നേരെ ആക്രമണം. സമരം ചെയ്ത പെൺകുട്ടികളെയടക്കം പോലീസ് ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു. ഒരു അഡീഷണൽ ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫ് പോലീസ് കെമം ഒരു പെൺകുട്ടിയുടെ കർണത്തടിക്കുന്ന വീഡിയോ വലിയ പ്രതിഷേധത്തിന് വഴിവെച്ചു. പരിക്കുകളും ആശുപത്രിയും. പോലീസിന്റെ ലാത്തിചാർജിൽ 400-ലധികം വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. അതിൽ പലരുടെയും എല്ലുകൾ പൊട്ടുകയും തലയ്ക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു.
150-ലധികം വിദ്യാർത്ഥികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഡൽഹിയിലെ RML ഡെത്ത് ആശുപത്രിയിൽ മാത്രം 70ഓളം മർദ്ദന കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. അറസ്റ്റുകൾ 70ഓളം മുന്നണി നേതാക്കളെയും വിദ്യാർത്ഥികളെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. സമാധാനപരമായി ഇരുന്ന വിദ്യാർത്ഥികളെ പോലീസ് തല്ലിച്ചതച്ചുവെന്ന് മനുഷ്യാവകാശ സംഘടനകളും സാക്ഷികളും റിപ്പോർട്ട് ചെയ്തു. പോലീസ് വാദം: അതേസമയം വിദ്യാർത്ഥികൾ തങ്ങൾക്ക് നേരെ കല്ലെറിയുകയും സർക്കാരിന്റെ 15ഓളം വാഹനങ്ങൾ തകർക്കുകയും ചെയ്തുവെന്നും 100-ലധികം പോലീസുകാർക്ക് പരിക്കേറ്റുവെന്നുമാണ് പോലീസ് ന്യായീകരിച്ചത്. 4 സമരത്തിന്റെ അനന്തരഫലങ്ങൾ. പോലീസിന്റെ അടിച്ചമർത്തൽ സമരം അവസാനിപ്പിക്കുന്നതിന് പകരം പ്രക്ഷോഭം രാജ്യവ്യാപകമായി പടരുന്നതിനാണ് വഴിതെളിച്ചത്. പ്രതിഷേധം പുനരാരംഭിച്ചു. മർദ്ദനമേറ്റ പിറ്റേന്നു രാത്രി തന്നെ ജൂലൈ 20 കുറയ്ക്കുക 21 ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ ജന്തർ മന്ദറിലേക്ക് തിരിച്ചെത്തുകയും തകർത്ത പന്തലുകൾ വീണ്ടും കെട്ടിയുയർത്തി സമരം പുനരാരംഭിക്കുകയും ചെയ്തു. മറ്റ് നഗരങ്ങളിലേക്ക് പടരുന്നു. ഡൽഹിയിലെ പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധിച്ച് മുംബൈ, ഹൈദരാബാദ്, കൊൽക്കത്ത തുടങ്ങിയ പ്രധാന നഗരങ്ങളിലും വിദ്യാർത്ഥികളും പ്രതിപക്ഷ കക്ഷികളും തെരുവിലിറങ്ങി. പാർലമെന്റിലെ ബഹളം. പാർലമെന്റിന്റെ മൺസൂൺ സെഷൻ ആരംഭിച്ചതോടെ പ്രതിപക്ഷം വിദ്യാർത്ഥികളുടെ പ്രശ്നവും പോലീസ് അതിക്രമവും ഉന്നയിച്ച് സഭ സ്തംഭിപ്പിച്ചു. അന്താരാഷ്ട്ര ശ്രദ്ധയും മനുഷ്യാവകാശ സംഘടനകളും ആംനസ്റ്റി ഇന്റർനാഷണൽ, ദേ ആനിൽസുദ്, ഹ്യൂമൻ റൈറ്റ്സ് വാച്ച്, യക്ക് ഏലിയാദാനമേ തുടങ്ങിയ പ്രമുഖ അന്താരാഷ്ട്ര സംഘടനകൾ ഇന്ത്യൻ സർക്കാരിന്റെയും ഡൽഹി പോലീസിന്റെയും നടപടിയെ രൂക്ഷമായി വിമർശിക്കുകയും വിദ്യാർത്ഥികളുടെ ജനാധിപത്യ അവകാശങ്ങൾ സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. കോടതിയുടെ ഇടപെടൽ. പെൺകുട്ടിയെ മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥനെതിരെ നടപടി ആവശ്യപ്പെട്ടും അനാവശ്യ ബലപ്രയോഗം അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ട് ഡൽഹി ഹൈക്കോടതിയിൽ ഹർജികൾ എത്തി. രാജ്യത്തെ പരീക്ഷാ സമ്പ്രദായത്തിലെ ജീർണതകൾക്കെതിരെയും യുവജനങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയും ഡൽഹിയുടെ ഹൃദയഭാഗത്ത് ഇപ്പോഴും തുടരുന്ന ഏറ്റവും വലിയ ജനകീയ മുന്നേറ്റങ്ങളിലൊന്നാണ് ജന്തർ മന്ദറിലെ ഈ സമരം.